ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എഡ്വിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് എങ്ങനെ ഷാർപ്പായിട്ടുള്ള നല്ല ഫോട്ടോസ് എടുക്കാം. നോർമലി ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഏതൊരു ഫോട്ടോ എടുക്കുമ്പോഴും മനസ്സിലാക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ കുറച്ചേറെ കാര്യങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ബ്ലറോ സോഫ്റ്റ്നെസ്സോ ഇല്ലാതെ നല്ല ഷാർപ്പായിട്ടുള്ള ഫോട്ടോസ് നമുക്ക് സിമ്പിളായി എടുക്കാവുന്നതും ആണ്. വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് വെച്ചാൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുമ്മാ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക, വളരെയധികം യൂസ്ഫുൾ ആവുന്നതുമാണ്. അപ്പോൾ നമുക്ക് സമയം കളയാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഗൈസ്, നമ്മളെല്ലാവരും ഒരു ദിവസം ഒരുപാട് വ്യത്യസ്തമായ ഫോട്ടോസ് എടുക്കാറുണ്ട്. എന്നാൽ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞ് പിന്നീട് നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു ഷാർപ്നെസ് ക്വാളിറ്റി കുറവായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഫോണിന്റെ അല്ലെ സോഫ്റ്റ്വെയറിന്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും എന്ന്. എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഫോണിന്റെ ക്ലാരിറ്റി കുറവായതുകൊണ്ട് കൂട്ടുകാരന്റെ ഫോണിൽ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് സെൻഡ് ചെയ്ത് വാങ്ങിച്ച് നമ്മൾ പോസ്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ തന്നെ അങ്ങ് വിചാരിക്കും നമ്മുടെ ഫോണിന്റെ ക്ലാരിറ്റി കുറവാ, പുതിയൊരു ഫോൺ വാങ്ങിച്ച് നമുക്ക് അതിൽ നല്ല ഫോട്ടോസ് എടുക്കാം എന്ന്. എന്നാൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫോണിന്റെ ക്ലാരിറ്റിയോ അല്ലെ മെഗാ പിക്സൽ കൗണ്ടോ മാത്രമല്ല നല്ല ഫോട്ടോസ് ലഭിക്കുന്നത് എങ്ങനെ ഫ്രെയിം ചെയ്തെടുക്കുന്നു എന്നതിലാണ്. പിന്നെ നമ്മുടെ ഫോണിന്റെ മെഗാ പിക്സൽ കൗണ്ട് കുറവായിരിക്കും, എന്നാൽ പോലും നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില മിസ്റ്റേക്സും കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ വെച്ച് തന്നെ നല്ല ഷാർപ്പായിട്ടുള്ള നല്ല മൊമെന്റ്സ് നമുക്ക് എടുക്കാവുന്നതും ആണ്. പിന്നെ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഏതൊരു ഫോട്ടോ എടുക്കുമ്പോഴും നമുക്ക് തന്നെ ഒരു താല്പര്യം വേണം കുറച്ച് വ്യത്യസ്തമായിട്ട് നല്ല ഫോട്ടോസ് എടുക്കണം എന്ന്. പിന്നെ നമ്മൾ പെട്ടെന്ന് വിട്ടുപോയി ഫോട്ടോസ് എടുക്കാതിരിക്കുക. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷനായി പ്ലാൻ ചെയ്ത് ഫോട്ടോസ് എടുക്കാനായിട്ട് പാടായിരിക്കും. അപ്പോൾ നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില മിസ്റ്റേക്സും ഇനിയും പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി ഫോണിലെ ക്യാമറ സെറ്റിംഗ്സ് എഡിറ്റ് ചെയ്ത് കുറച്ചുകൂടി പോസിറ്റീവായി പ്ലാൻ ചെയ്ത് ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതിനെക്കാട്ടും നല്ല ഷാർപ്പായ ഫോട്ടോസ് നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് എടുക്കാവുന്നതും ആണ്. അപ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് എന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് ഓരോന്നായി നോക്കാം. ആദ്യത്തെ, സ്മാർട്ട് ഫോൺ സ്റ്റേബിൾ ആയി പിടിക്കുക. നമ്മൾ നോർമലി സ്മാർട്ട് ഫോണിൽ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ചെറിയ ഹാൻഡ് മൂവ്മെന്റ് പോലും ഫോട്ടോ ബ്ലർ ആവാനായിട്ട് കാരണമാവുന്നുണ്ട്. പിന്നെ നമ്മൾ ഫോക്കസ് കിട്ടാനായിട്ട് അടുത്തേക്ക് കൊണ്ടുവന്ന് ഫോക്കസ് ചെയ്ത് ഷട്ടർ കൊടുക്കുമ്പോഴേക്ക് ഫോട്ടോ ഔട്ട് ഓഫ് ഫോക്കസ് ആയി ബ്ലർ ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഏതൊരു ഫോട്ടോ എടുക്കുമ്പോഴും രണ്ട് കൈ സ്മാർട്ട് ഫോൺ സ്റ്റേബിൾ ആയി പിടിച്ച് ഫുൾ ബോഡി അനങ്ങാതെ നിന്ന് സബ്ജക്റ്റ് വേറെ മൂവ്മെന്റ് വരാതെ ശ്രദ്ധിക്കണം. പിന്നെ ചെടികളുടെ പൂക്കളുടെ ഒക്കെ ഫോട്ടോ എടുക്കുന്നുവെങ്കിൽ കാറ്റ് അനങ്ങാതെ നിൽക്കുന്ന ആ ഒരു സമയത്ത് ഫോക്കസ് ചെയ്ത് ജസ്റ്റ് ലോക്ക് ചെയ്ത് ചെറുകെ ഷട്ടർ കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഷെയ്ക്ക് ഇല്ലാതെ തന്നെ ഷാർപ്പായ ഫോട്ടോസ് നമുക്ക് ലഭിക്കുന്നതും ആണ്. പിന്നെ ഒരു ടിപ്പ് കൂടി പറയാം. നമ്മുടെ ഫോണിലെ ക്യാമറ ആപ്ലിക്കേഷൻ സെറ്റിംഗ്സിലാണെങ്കിൽ ഫ്ലോട്ടിംഗ് ഷട്ടർ എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് എനേബിൾ ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സബ്ജക്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു പോയിന്റിന്റെ സൈഡിലേക്ക് ഷട്ടർ ഇതുപോലെ നമ്മൾ സ്ലൈഡ് ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. അങ്ങനെ നമുക്ക് ഫോക്കസ് പോകാതെ ഷാർപ്പായിട്ടുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാവുന്നതും ആണ്. അടുത്ത, ലെൻസ് ക്ലീനിങ് ആണ്. നമ്മുടെ ഫോണ് പോക്കറ്റിലും കയ്യിലും ഒക്കെ പിടിക്കുമ്പോഴൊക്കെ ചെറിയ പൊടിയൊക്കെ ലെൻസിന്റെ സൈഡിലും ഒക്കെ പറ്റിയിരിക്കും. അങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ സബ്ജക്റ്റ് ഫോക്കസ്ഡ് ആണെങ്കിലും ബ്ലർ സോഫ്റ്റ്നെസ് പോലെ തോന്നുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഏതൊരു ഫോട്ടോ എടുക്കുമ്പോഴും ലെൻസ് ഒന്ന് ചെക്ക് ചെയ്ത് ചെറിയൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് തുടച്ച് ഫോട്ടോസ് എടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഷർട്ട് അല്ലാതെ ഉള്ള തുണി വെച്ചൊക്കെ തുടയ്ക്കുന്നുവെങ്കിൽ അത് ചെറിയ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ലെൻസ് സ്ക്രാച്ച് ആവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ച് മാത്രം നമ്മൾ ക്ലീൻ ചെയ്ത് ഫോട്ടോസ് എടുക്കുക. അങ്ങനെ നമുക്ക് ഷാർപ്പായ ഫോട്ടോസ് കുറച്ച് നാളത്തേക്ക് നമുക്ക് എടുക്കാവുന്നതും ആണ്. അടുത്ത, യൂസ് പ്രോ മോഡ്. നമ്മൾ ഏതൊരു ഫോട്ടോ എടുക്കുന്നത് നോർമൽ മോഡിൽ ആയിരിക്കും. എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മൾ പ്രോ മോഡ് നോക്കും. എന്നാൽ അതിൽ ഓപ്ഷൻസ് ഒക്കെ സെറ്റിംഗ്സും കൺഫ്യൂഷൻ ഒക്കെ ആവുന്നതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കാറുമില്ല. എന്നാൽ പ്രോ മോഡ് വെച്ച് നമുക്ക് നല്ല ക്രിയേറ്റിവിറ്റിയിൽ ഷാർപ്പായ നല്ല ഫോട്ടോസ് നമുക്ക് എടുക്കാവുന്നതും ആണ്. ആദ്യമായിട്ട് ISO, ഷട്ടർ സ്പീഡ്, വൈറ്റ് ബാലൻസ്, ഓട്ടോ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ നല്ലതുപോലെ പ്രയാസമായിരിക്കും. എന്നാൽ മനസ്സ് വെച്ച് കുറച്ച് നാളൊന്ന് ഫോട്ടോ എടുത്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിലെ ക്യാമറ സെൻസറിന്റെ മാക്സിമം ക്വാളിറ്റിയിൽ നല്ല ഫോട്ടോസ് നമുക്ക് എടുക്കാവുന്നതും ആണ്. അടുത്ത, റോ ഫോർമാറ്റിൽ ഫോട്ടോസ് എടുക്കുക. നമ്മൾ നോർമലി ഫോട്ടോസ് എടുക്കുന്ന JPEG ഫോർമാറ്റിൽ ആണ്. ഇത് കംപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ആണ്. അതുകൊണ്ട് ഇതിലെ ഡീറ്റെയിൽസും ക്യാപ്ചർ ചെയ്യുന്ന ഡേറ്റയും കുറവാണ്. അതുകൊണ്ട് തന്നെ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കളേഴ്സും ഡീറ്റെയിൽസും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് പാടാണ്. അപ്പോൾ നമ്മുടെ ഫോണിലാണെങ്കിൽ റോ ഫോർമാറ്റ് വെച്ച് ഫോട്ടോ എടുക്കുവാനായിട്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇതിലൂടെ എടുക്കുകയാണെങ്കിൽ ഡീറ്റെയിൽസും ഫോട്ടോ കംപ്രഷൻ വരാതെ മാക്സിമം സെൻസർ ഔട്ട്പുട്ടിൽ നമുക്ക് ഫോട്ടോസ് എടുത്ത് കളർ കറപ്ഷൻ, ഷാർപ്നെസ്,
ക്ലാരിറ്റി ഡിസ്റ്റോർഷൻ ഒന്നും വരാതെ പ്രോപ്പർ വർക്ക് ഫ്ലോയിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് എടുക്കാവുന്നതും ആണ്. പിന്നെ ഫോട്ടോസ് എടുക്കുമ്പോൾ സൈസ് കൂടുതലായിരിക്കും, ഡേറ്റ ഡീറ്റെയിൽസും ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ മെയിൻ ഫോട്ടോസ് ഒക്കെ റോ ഫോർമാറ്റ് വെച്ച് തന്നെ എടുത്ത് എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുക. അടുത്ത പ്രോപ്പർ ഫോക്കസിംഗ് ആണ്. നമ്മൾ എപ്പോഴും ഫോട്ടോസ് എടുക്കുന്ന സബ്ജക്റ്റ് നോക്കി നോർമലി എടുക്കുകയാണ്. എന്നാൽ സബ്ജക്റ്റ് ഫോക്കസ് ചെയ്ത് ഷട്ടർ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ സബ്ജക്റ്റിൽ നിന്ന് ഫോക്കസ് മാറി ബ്ലർ ആവാറുണ്ട്. അപ്പോൾ നമ്മൾ നമ്മൾ സബ്ജക്റ്റ് ഫോക്കസ് ചെയ്ത് എടുത്തു നോക്കും. ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സബ്ജക്റ്റ് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഫോക്കസ് ഹോൾഡ് ചെയ്യുമ്പോൾ ഫോക്കസ് ലോക്ക് ആവും, എന്നിട്ട് ചെറുക ഷട്ടർ കൊടുക്കുക. അങ്ങനെ നമുക്ക് ഫോട്ടോ ഔട്ട് ഓഫ് ഫോക്കസ് ആകാതെ ഷാർപ്പ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാം. പിന്നെ ക്യാമറ മോഡ്സിലെ പ്രോ മോഡ്സിൽ ഫോട്ടോസ് എടുക്കാൻ ട്രൈ ചെയ്യുക. ഇതിൽ നമുക്ക് മാനുവൽ ഫോക്കസ് ഓപ്ഷൻ ഉണ്ട്. സബ്ജക്റ്റ് ഡിസ്റ്റൻസ് വെച്ച് മാനുവലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ഫോക്കസ് പോയിന്റിൽ നമുക്ക് ഷാർപ്പായ ഫോട്ടോസ് എടുക്കാം. ആദ്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് പ്രയാസമായിരിക്കും. കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഫോക്കസ് പോകാം, നല്ല ഷാർപ്പായ ഫോട്ടോസ് നമുക്ക് എടുക്കാവുന്നതും ആണ്. അടുത്ത അവോയ്ഡ് ഡിജിറ്റൽസും. നമ്മളിൽ ചിലർ ഫോട്ടോ എടുക്കുന്ന സമയത്ത് സബ്ജക്റ്റിന് അടുത്ത് കിട്ടാനായി സൂം ചെയ്ത് ഫോട്ടോസ് എടുക്കാറുണ്ട്. പിന്നീട് സൂം ചെയ്ത് നോക്കുമ്പോൾ ക്ലാരിറ്റി കുറവും ആയിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ക്യാമറ അത്ര പോരാ എന്ന്. എന്നാൽ ഡിജിറ്റലി ഒരുപാട് സൂം ചെയ്ത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ക്രോപ്പ് ആയിട്ടുള്ള റിസൾട്ട് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാരിറ്റിയും ഷാർപ്നെസ് നല്ല രീതിയിൽ തന്നെ കുറയുകയും ചെയ്യും. പിന്നെ നമ്മൾ സൂം ചെയ്ത് ഫോട്ടോസ് എടുക്കണമെങ്കിൽ 4:3 റേഷ്യോ ഫോട്ടോസ് എടുത്ത് ക്രോപ്പ് ചെയ്ത് എടുക്കുക. അങ്ങനെ നമുക്ക് വലിയ ക്ലാരിറ്റി ലോസ് ഒന്നും വരാതെ നല്ല ഫോട്ടോസ് നമുക്ക് എടുക്കാം. അടുത്ത ഹൈ റെസൊല്യൂഷൻ മോഡിൽ ഫോട്ടോസ് എടുക്കുന്നത്. നമ്മൾ ഫോട്ടോസ് വീഡിയോ എടുക്കുന്ന സമയത്ത് സൈസ് കൂടുതലാവുന്നത് കൊണ്ട് ലോ റെസൊല്യൂഷൻ ഫോർമാറ്റിൽ വെച്ചായിരിക്കും എടുക്കുന്നത്. പിന്നീട് എടുത്ത ഫോട്ടോസ് നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോൾ ക്ലാരിറ്റിയും കുറവായിട്ട് തോന്നാറുണ്ട്. എന്നാൽ മെയിൻ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ സെറ്റിംഗ്സിലാണ് നമുക്ക് ഹൈ റെസൊല്യൂഷൻ മോഡ് ഓപ്ഷൻ, അതായത് 64 MB 34 MB എന്നൊക്കെ ഓരോ റെസൊല്യൂഷൻ മോഡ്സ് ആണ്. ഇത് സെറ്റ് ചെയ്ത് ഫോട്ടോസ് എടുക്കുക. അങ്ങനെ നമുക്ക് ഡീറ്റെയിലിംഗ് പോകാതെ നല്ല റെസൊല്യൂഷനിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാം. നമ്മൾ ഈ ഓപ്ഷൻ നമ്മൾ ഫോട്ടോസ് അങ്ങനെ നമ്മൾ എടുക്കാറില്ല, എന്നാൽ ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത കോമ്പോസിഷൻ. നമ്മൾ ഏതൊരു ഫോട്ടോ എടുക്കുമ്പോഴും നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ് കോമ്പോസിഷൻ. നമ്മൾ നോർമലി ഫോട്ടോസ് എടുക്കുന്ന സബ്ജക്റ്റ് നോക്കി ഫോക്കസ് ചെയ്ത് എടുക്കുകയാണ്. എന്നാൽ സബ്ജക്റ്റിന് ഒരു ഫ്രെയിമിൽ നല്ല രീതിയിൽ ഫ്രെയിമിംഗ് ചെയ്യാൻ കഴിയുമ്പോഴാണ് നല്ല ഫോട്ടോസ് കിട്ടുന്നത്. ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതല്ല, സെറ്റിംഗ്സിൽ ഗ്രിഡ് ലൈൻസ് എനേബിൾ ചെയ്ത് സബ്ജക്റ്റ് ആ ഒരു ഇന്റർസെക്റ്റിംഗ് പോയിന്റിലേക്ക് സബ്ജക്റ്റ് കൊണ്ടുവന്ന് ഒത്തിരി സൂം ചെയ്യാതെ ഫോക്കസ് ലോക്ക് ചെയ്ത് ഫോട്ടോസ് എടുക്കുക. ആദ്യമായിട്ട് എടുക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും. എന്നാൽ കുറച്ചുനാൾ ഒന്ന് ഗ്രിഡ് ലൈൻസ് വെച്ച് വന്ന സബ്ജക്റ്റ് പോയിന്റ് ചെയ്ത് ഫോട്ടോസ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതുമാണ്. ഇങ്ങനെ നമുക്ക് നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാവുന്നതുമാണ്. അടുത്ത ഗുഡ് ലൈറ്റിംഗ്. നമ്മൾ ഏതൊരു ഫോട്ടോ എടുക്കുമ്പോഴും സബ്ജക്റ്റിലേക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് ആകുമ്പോഴാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോട്ടോസ് ലഭിക്കുന്നത്. പിന്നെ സബ്ജക്റ്റ് ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് മെയിൻ ഏരിയയിലേക്ക് ഹാർഷ് ആയിട്ടുള്ള ലൈറ്റ് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. കാരണം ലൈറ്റ് കൂടുതലാകുമ്പോൾ ഫോട്ടോ ഓവർ എക്സ്പോസ്ഡ് ആകുകയും ലൈറ്റ് തീരെ കുറവാണെങ്കിൽ ഷാഡോ കൂടുതലായി ബോറിംഗ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് എല്ലാ സബ്ജക്റ്റ് ഏരിയയിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് ആണോ എന്ന് ശ്രദ്ധിച്ച് ഫോക്കസ് ലോക്ക് ചെയ്ത് നമ്മൾ സൈഡിൽ വരുന്ന ആ എക്സ്പോഷർ സ്ലൈഡ് ഉണ്ടല്ലോ, ആ സ്ലൈഡ് ജസ്റ്റ് താഴോട്ടാക്കി ലോക്ക് ചെയ്ത് ഫോട്ടോസ് എടുക്കാൻ ട്രൈ ചെയ്യുക. അങ്ങനെ നമുക്ക് ലൈറ്റ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാവുന്നതും ആണ്. അടുത്ത ഓവർ എഡിറ്റ്. നമ്മൾ ഫോട്ടോ എടുത്തതിന് ശേഷം ഒരുപാട് സമയം ഇരുന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് ഒക്കെ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫോട്ടോയുടെ നാച്ചുറൽ ക്വാളിറ്റി കുറയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ്, സബ്ജക്റ്റ് ഫോട്ടോസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ബേസിക് കളർ അഡ്ജസ്റ്റ്മെന്റ്സ് മാത്രം ചെയ്യുക. അതോടൊപ്പം തന്നെ ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക എങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് മനസ്സിൽ വിചാരിക്കുന്നത് പോലെ സിമ്പിൾ ആയ കളർ ടോണിൽ നമുക്ക് ബാലൻസ്ഡ് ഫോട്ടോസ് നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാവുന്നതും ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഫോട്ടോസ് എടുക്കുന്ന സമയത്തും എഡിറ്റ് ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിൽ വെച്ച് പ്ലാൻ ചെയ്ത് ഫോട്ടോസ് എടുക്കുക. അങ്ങനെ നമുക്ക് മനസ്സിൽ വിചാരിക്കുന്നതിനെക്കാട്ടിലും നല്ല ഫോട്ടോസ് നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് എടുക്കാവുന്നതും ആണ്. പിന്നെ നമ്മുടെ ഫോണിലെ ക്ലാരിറ്റി കുറവാ എന്ന് ചിന്തിച്ച് നമ്മൾ ഫോട്ടോസ് എടുക്കാതിരിക്കുക. ഫോണിലെ ക്ലാരിറ്റി മാത്രമല്ല, എങ്ങനെ പ്ലാൻ ചെയ്ത് സബ്ജക്റ്റ് ഫ്രെയിം ചെയ്ത് എടുക്കുന്നു എന്നതിലാണ്. പിന്നെ മെഗാ പിക്സൽ കൗണ്ട് കുറവാണെങ്കിൽ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ക്വാളിറ്റി കുറവാണെങ്കിൽ നമുക്കത് എഡിറ്റ് ചെയ്ത് നമുക്ക് സെറ്റ് ആക്കാവുന്നതും ആണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക.
പിന്നെ ഇനിയും സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ പെട്ടെന്ന് ചെയ്തതാണ്, അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സോ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യും. നമ്മൾ അത് ഇമ്പ്രൂവ് ചെയ്ത് നല്ല നല്ല വീഡിയോസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നമുക്ക് ഷാർപ്പായിട്ട് നല്ല നല്ല മൊമെന്റ്സ് നമുക്ക് ക്യാപ്ചർ ചെയ്ത് നമുക്ക് ഇൻസ്റ്റാഗ്രാം മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ടോപ്പിക്കിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം മറക്കാതെ തന്നെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ കമന്റുമാണ് അടുത്ത നല്ല നല്ല വീഡിയോസ് ചെയ്യാനായിട്ടുള്ള പ്രചോദനം ശക്തി. മാക്സിമം നിങ്ങളുടെ വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം മറക്കാതെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന ചുമ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെൽ ഐക്കനോട് എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായമൊക്കെ നിങ്ങൾ എല്ലാവരും തന്നെ കമന്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ കമന്റ് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് നല്ല നല്ല വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട്. നമ്മൾ കമന്റ് ചെയ്യണമെന്ന് നമ്മൾ വീണ്ടും പറയാൻ കാരണം കമന്റ് അത്രയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ബൈ.